CJP സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് ആക്രമണത്തിന് ഇരയായവരെ സംരക്ഷിക്കാനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങി. പില്ലറ്റ് തോക്ക് ഉപയോഗിച്ചതിനെ തുടർന്ന് കണ്ണിനു പരിക്ക് പറ്റിയ വിദ്യാർത്ഥിക്ക് നീതി കിട്ടുന്നതുവരെ സമരം തുടരാനാണ് ഇപ്പോഴത്തെ നീക്കം. യുവാക്കളെ ഒപ്പം നിർത്താനുള്ള കോൺഗ്രസ് ശ്രമം എന്നാണ് ഈ നീക്കത്തെ വിലയിരുത്തുന്നത്. കാണാം സ്പെഷ്യൽ റെസ്പോൺസ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ സമരമുറകളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടത്. പാർലമെന്റ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ പാർലമെന്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ സമരം. CJP സമരത്തിൽ പങ്കെടുത്ത് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ പെല്ലറ്റ് ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകൾ തറച്ച് കാഴ്ചശക്തി നഷ്ടപ്പെട്ട സഹൽ എന്ന് പറയുന്ന യുവാവിന് വേണ്ടിയായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിഷേധം. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി മണിക്കൂറുകളോളം തന്നെ അദ്ദേഹം ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പ്രതിപക്ഷ നേതാവിൽ നിന്നും വളരെയധികം മാറി ചിന്തിക്കുന്ന, സമരങ്ങൾക്കൊപ്പം വളരെ ശക്തിയോടുകൂടി നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഡൽഹി കണ്ടത്. സഹലിൻ്റെ കണ്ണിനേറ്റ പരിക്ക് ചെറുതല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാഴ്ചശക്തി പോലും നഷ്ടമായിരിക്കുന്നു. ജൂലൈ 20-നാണ് ഈ സംഭവം നടക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ സഹൽ ഒരാഴ്ച മുമ്പ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പക്ഷേ കാര്യമായ ഒരു കാര്യവും മുന്നോട്ട് പോയില്ല, അല്ലെങ്കിൽ പരാതിക്ക് കാര്യമായ പരിഗണന കിട്ടിയില്ല എന്ന് തന്നെ പറയാം. അതിന് തൊട്ടു പിന്നാലെയാണ് സഹൽ തന്നെ നേരെ പ്രതിപക്ഷ നേതാവിനെ കാണുകയും പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് അദ്ദേഹത്തെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സമരം നടത്തിയത്. ഈ സമരം ചെറിയൊരു സമരമായിട്ട് കാണണ്ട. ഓരോ ദിവസവും BJPക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന ശക്തമായ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ട് വേണം കണക്കാക്കാൻ. പലപ്പോഴും പാർലമെന്റിൽ എത്തുന്നില്ല, പ്രതിപക്ഷത്തിൻ്റെ സമരപരിപാടികളിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു ആരോപണമെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറയേണ്ടി വരും. കൃത്യമായ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ഇപ്പോൾ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സമരം നടക്കുന്ന സമയത്ത് പാർലമെന്റിൽ പ്രതിപക്ഷമെടുത്ത നിലപാടുകൾക്കൊപ്പം രാഹുൽ ഗാന്ധി നിന്നതും അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുമൊക്കെ എല്ലാവരും കണ്ടതാണ്. എന്തായാലും CJP സമരം കഴിഞ്ഞതോടുകൂടി ശക്തമായ ഒരു പ്രതിപക്ഷത്തെയാണ് ഡൽഹി ഇപ്പോൾ കാണുന്നത്. ഓരോ കാര്യങ്ങളിലും കൃത്യമായി കോൺഗ്രസ് ഇടപെടുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ്. കാരണം സഹലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി സഹലിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ടുവരുന്നു, പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്നു, മണിക്കൂറുകളോളം ശക്തമായി പ്രതിഷേധിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇത്തരത്തിൽ ഒരു നീക്കത്തിന് തയ്യാറാകുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അതിനും അപ്പുറത്തേക്കായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങൾ. അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, പക്ഷെ അപ്പോഴും ഒരേ നിലപാടിൽ രാഹുൽ ഗാന്ധി ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. കേസ് അതിനപ്പുറം മറ്റൊന്നുമില്ല. കാരണം പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോഴും ഉയർന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഒരു സമരത്തിനെതിരെ ഒരു കാരണവശാലും ഇത്തരത്തിൽ പെല്ലറ്റ് ഗണ്ണുകൾ പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പാർലമെന്റ് സമ്മേളനം നടന്ന 17 ദിവസങ്ങളിൽ ഒരു ദിവസം പോലും പാർലമെന്റിലേക്ക് കൃത്യമായി മറുപടി പറയാൻ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ എത്തിയില്ല എന്നുള്ള ആരോപണം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതൊരാക്ഷേപവുമായി നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും പ്രതിപക്ഷം വളരെ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന സമരത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം ഒരു പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള പ്രതിഷേധം മാത്രമല്ല, അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. CJP എന്താണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം CJP അവിടെ നടത്തിയെങ്കിൽ ആ സമരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് CJP കടക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന് നല്ലവണ്ണം അറിയാം. അവർ കടക്കുമെന്നും അറിയാം. അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയ്ക്ക് കോൺഗ്രസും ശക്തമായ ഇടപെടലുകൾ നടത്തിയില്ല എങ്കിൽ പണ്ട് IAP ഉണ്ടായപ്പോഴും തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായപ്പോഴുമൊക്കെ കോൺഗ്രസിനുണ്ടായ ക്ഷീണം പാർട്ടിക്കുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഓരോ ചെറിയ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ശക്തമായി സമരം നടത്തിക്കൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്.
അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം കഴിഞ്ഞ ദിവസം പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ രാഹുൽ ഗാന്ധി നടത്തിയ സമരത്തെയും കണക്കാക്കാൻ. സമരം അത്ര ചെറുതായി കാണണ്ട. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധി കൃത്യമായ കാര്യങ്ങൾ നിരത്തി തന്നെയാണ് പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ പ്രതിഷേധങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, ശക്തമായ സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുമുണ്ട്. ഇനിയും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഈ പ്രതിപക്ഷം നടത്തിയ സമരത്തെ കണക്കാക്കാൻ. CJP ഇന്ത്യയിൽ ആകമാനം വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് തന്നെയാണ് കോൺഗ്രസും പ്രതികരിക്കാൻ തയ്യാറെടുക്കുന്നത്. കൃത്യമായും കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്ന് പറയേണ്ടി വരും. കാരണം സമീപകാലത്തെങ്ങും കാണാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെയും സമീപകാലത്തെങ്ങും കാണാത്ത ഒരു കോൺഗ്രസ് നീക്കവുമൊക്കെയാണ് ഇപ്പോൾ ഡൽഹിയിൽ കാണുന്നത്. അതിൻ്റെ ഫലങ്ങൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടാൽ കോൺഗ്രസിൻ്റെ മാറ്റങ്ങൾ വ്യക്തമാകും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും പഞ്ചാബിലുമൊക്കെ തെരഞ്ഞെടുപ്പ് അടുത്തു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇത്തരം പാതകൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ രീതികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും അവരുടെ തീരുമാനം. എന്തായാലും CJP ഇവർക്ക് പകർന്നു നൽകിയത് വലിയൊരു ഊർജം എന്ന് തന്നെ പറയേണ്ടി വരും.